3 മണിക്ക് സ്കൂളിൽ നിന്ന് വന്നൊന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഉറങ്ങാണ്ടിരിക്കുക? ഉറങ്ങി തെളിഞ്ഞങ്ങ് എണീറ്റ്. ഡിന്നറിന് ഇന്ന് ഞാൻ വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. പാസ്ത എടുത്ത് നന്നായിട്ട് കഴുകി കുക്കറിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് ഉപ്പും സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് വേഗം വയ്ക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ മതി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ബീൻസ്, ഇത്തിരി ക്യാരറ്റ്, ഒരു അരമുറി ക്യാപ്സിക്കം, പിന്നെ ഒരു തക്കാളി. ഇതെല്ലാം കൂടി അരിഞ്ഞ് നമുക്ക് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം. വൈറ്റ് സോസ് പാസ്തയോട് ഇവിടെ ഉള്ളവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല, ഈ എനിക്കടക്കം. ഇത്തിരി എരിവില്ലാണ്ട് എനിക്കത് കഴിക്കാൻ പറ്റത്തില്ല. അതിനൊരു പരിഹാരവുമുണ്ട്. ഞാൻ ഇന്നൊരു റെസിപ്പി കാണിച്ചു തരാം. അതിൻ്റെ പല വേർഷൻസും നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു വേർഷനാണ്. ഓഫ് കോഴ്സ് അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അത് വഴിയേ കാണാം. മഴ പെയ്താൽ എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ ഈ മുളകുകളെല്ലാം ഇനി താഴെ വീണു പോകും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആ ഒരു ചെറിയ ബോക്സ് നിറയ്ക്കുന്ന അത്രയും ഞാൻ പിച്ചി എടുത്തിട്ടുണ്ട്. ഉള്ളതിൽ വലുത് നോക്കി. വേവിച്ചെടുത്ത പച്ചക്കറികൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിനി സോസ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഈ യൂസ് ചെയ്യുന്ന കടായുടെയും ബട്ടർ ബോക്സിൻ്റെയും ഒക്കെ ലിങ്ക് യൂട്യൂബ് ഷോർട്സിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ബട്ടർ നല്ലപോലെ മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗാർലിക് മിൻസ് ചെയ്തിട്ടത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 സ്പൂൺ മൈദ. ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാലേ ഇത് നന്നായിട്ട് മിക്സായി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ലംസ് ഉണ്ടാവും. ആ ഒരു മിക്സ് നല്ല തിക്കായി തുടങ്ങുമ്പോൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് അതും മിക്സ് ചെയ്ത് സോസ് പരുവത്തിലാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് വെജിറ്റബിൾസും പാസ്തയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ടോപ്പിംഗ്സ് ആയിട്ട് കുറച്ച് പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ചീസ് സ്പ്രെഡ് ഇരിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തത്. ഏതാണ്ട് ആവശ്യത്തിനുള്ള സ്പൈസസ് ഒക്കെ ആയെങ്കിലും നമ്മുടെ ലെവലിൽ നിൽക്കണമെങ്കിൽ എനിക്കിതിന് മീതെ കുറച്ചുകൂടെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി. ഇനി സൈഡ് ഡിഷ് ഉണ്ടാക്കാം. പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ഉപ്പിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതൊന്ന് മൂത്തങ്ങ് വരുമ്പോൾ അതിലേക്ക് പൊടികളായിട്ട് സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ചില്ലി ഫ്ലേക്സും കുറച്ച് ഹണിയും ടൊമാറ്റോ സോസും ഇത്തിരി സോയാ സോസും ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ബെഡ് പോലെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 3-4 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പാസ്തയൊക്കെ വിളമ്പിക്കഴിഞ്ഞിട്ട് അതിന് മീതേക്ക് കേക്ക് കട്ട് ചെയ്ത് വെക്കുന്ന മാതിരി അതിൻ്റെ അകത്തുള്ള ഓരോ പോർഷനും നമുക്ക് കട്ട് ചെയ്ത് ഇതിന് മീതെ വെക്കാം. അപ്പോൾ പാസ്ത വളരെ ബ്ലാൻഡായിട്ട് തോന്നുമ്പോൾ അതിന്ന് ഒരിത്തിരി അരപ്പെടുത്ത് മിക്സ് ചെയ്താൽ മതി. ആ ഹണിയുടെയും എരിവിൻ്റെയും ഒക്കെ കൂടെ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാനായിട്ട്. അതും നല്ല മഴ പെയ്യുമ്പോൾ ചൂടോടെ കഴിക്കണം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.